നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ആലപ്പുഴ ജില്ലയിലെ KCC ബിൽക്കോൺ കരാർ ഏറ്റെടുത്തിരിക്കുന്ന റീച്ചിലെയാണ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ വളവനാട് അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗം തൊട്ട് പാതിരാപ്പള്ളി കഴിഞ്ഞേച്ച് പൂങ്കാവ് അണ്ടർപാസിൻ്റെ അടുത്ത് വരെയുള്ള അപ്ഡേറ്റ് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. കുറേ അധികം സ്ഥലങ്ങളിൽ ടാറിംഗ് വർക്കുകൾ പുരോഗമിച്ചിട്ടുണ്ട്. നമ്മൾ പഴയ വീഡിയോയും കൂടെ കുറച്ച് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ സ്ഥിരം ഇത് കണ്ട് പോയവർക്ക് പണി എത്രത്തോളം നടന്നെന്ന് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അപ്പം KCC ബിൽക്കോൺ കരാർ ഏറ്റെടുത്തിരിക്കുന്ന റീച്ചിലെ അപ്ഡേറ്റാണ്. നമ്മൾ വീഡിയോ എടുത്ത ദിവസം 8/6/2025 ഞായറാഴ്ച രാവിലെ എടുത്ത വീഡിയോ ആണ്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയും ചേർത്തല ഭാഗത്തെ വീഡിയോ എടുത്തതും 8/6/2025 രാവിലെയാണ്. ഇനി വരാൻ പോകുന്ന ആലപ്പുഴ ബൈപ്പാസിൻ്റെ വീഡിയോയും 8/6/2025 അപ്പോൾ നമ്മൾ നേരെ വളവനാട് അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തായിട്ട് എത്തിയിട്ടുണ്ട്. തൊട്ടപ്പുറത്തായിട്ടാണ് ഹോട്ടൽ ആര്യസ് ഒക്കെ ഉള്ളത്. അപ്പം കുറച്ച് പഴയ റോഡൊക്കെ പൊളിച്ചു മാറ്റി കളഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലും ഉണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തെ കഴിഞ്ഞ വീഡിയോ ഏകദേശം ഒരു 2 മാസം മുമ്പേ ആയിരുന്നു. 2 മാസം മുമ്പേ നമ്മൾ നേരെ പോകുന്ന കാഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് മെറ്റിലൊക്കെ ഇട്ട് നിരത്തിക്കൊണ്ടിരിക്കുന്ന പണികളായിരുന്നു അന്ന് നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു 2 മാസം മുമ്പേ ഉള്ള കാഴ്ചകൾ കാണാം. ചെറിയൊരു ക്ലിപ്പാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇതാണ് 2 മാസം മുമ്പേ ഉള്ള കാഴ്ചകൾ. 2 സൈഡിലുമായിട്ട് അന്ന് സർവീസ് റോഡിൻ്റെ നിർമ്മാണമുണ്ട്. ഇപ്പോഴും സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ച് സ്ഥലത്ത് മാത്രമായിട്ടാണ് ഇപ്പം ടാറിങ് വർക്കുകൾ ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ നേരെ വരുന്നത് കൃപാസനം പള്ളിയുടെ ഭാഗത്തേക്കാണ് വരുന്നത്. അപ്പം അവിടെ പണി പുരോഗമിക്കാനുണ്ട്. കാരണം എനിക്ക് തോന്നിക്കുന്നത് അവിടെ 2 ബസ് സ്റ്റോപ്പിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കാനുണ്ട്. മാത്രമല്ല അവിടെ പള്ളി തിരക്കുള്ളത് കൊണ്ടായിരിക്കണം കുറച്ച് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്നാണ് തോന്നുന്നത്. അപ്പം നമുക്ക് കൃപാസനം ഭാഗത്തായിട്ട് പിന്നെ പറയത്തക്ക രീതിയിലുള്ള പണികളൊന്നും നടന്നിട്ടില്ല. അവിടെ മഴ പെയ്തപ്പം വെള്ളക്കെട്ടൊക്കെ ആയി കിടക്കുകയാണ്. 2 സൈഡിലും ഡ്രൈനേജിൻ്റെ പണി പുരോഗമിച്ചിട്ടുണ്ട്. നമുക്കിപ്പോഴും കാണാം. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോഴും പറയുകയാണ്. ഒരു സൈഡിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അടുത്ത ഈ സൈഡിൽ ഡ്രൈനേജ് കുറച്ച് ഉള്ളോട്ട് കയറ്റിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ മുമ്പോട്ട് വരുമ്പോൾ നമ്മൾ വലതുഭാഗത്തും അതേപോലെ കുറച്ച് ഉള്ളോട്ട് കയറ്റി ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. പിന്നെ കൃപാസനം പള്ളിയുടെ ഭാഗത്ത് എപ്പോഴും തിരക്കായിരിക്കും ഉള്ളത്. ഇവിടെ എപ്പോഴും ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ക്രോസ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് വരുമ്പം ശ്രദ്ധിച്ചു വരാൻ ശ്രമിക്കുക. എപ്പോഴും വാഹനങ്ങളുടെ തിരക്കായിരിക്കും. പിന്നെ നമ്മൾ നേരെ ലെഫ്റ്റിലോട്ട് കയറും. പിന്നെ നമ്മൾ നേരെ കൃപാസനം പള്ളി കഴിഞ്ഞ് നേരെ കലവൂർ അണ്ടർപാസിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്. അപ്പം ഇവിടെയും ടാറിംഗ് വർക്കുകൾ പുരോഗമിച്ചിട്ടുണ്ട്. നമുക്ക് ആ ഒരു വ്യത്യാസം നമുക്ക് ആ റോഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. കുറേ നാളിന് മുമ്പേ ടാറിംഗ് വർക്കുകൾ കഴിഞ്ഞ ഭാഗമാണ് ഇടത്തേ സൈഡിൽ 3 വരിയും പിന്നെ ഇടത്തേ സൈഡിലെ സർവീസ് റോഡും. ഇതിൻ്റെ പഴയ കാഴ്ചകളിലേക്ക് പോവാം. അപ്പം ഇതാണ് 2 മാസം മുമ്പേ നമ്മൾ കൃപാസനം പള്ളി കഴിഞ്ഞിട്ട് കലവൂർ അണ്ടർപാസിൻ്റെ അടുത്തോട്ട് വരുമ്പോൾ ഉള്ള കാഴ്ചകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. വലതുഭാഗത്ത് സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അന്ന് കഴിഞ്ഞിട്ടില്ല. പകുതിയോളം ഭാഗത്ത് ഇടത്തേ സൈഡിൽ ടാറിംഗ് വർക്കുകൾ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. പഴയ റോഡ് അന്ന് നിലവിലുണ്ടായിരുന്നു. ഇപ്പോഴത്തെ കാഴ്ചകളിലേക്ക് മടങ്ങി വരാം. നമ്മളിപ്പം കാണുന്ന ഇപ്പോഴത്തെ കാഴ്ചകളാണ്. പകുതിയോളം ഭാഗത്ത് ഇപ്പം മുഴുവനായിട്ടും ടാറിംഗ് വർക്കുകൾ ആദ്യത്തെ ലെയർ കഴിഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. പിന്നെ അണ്ടർപാസിൻ്റെ അടുത്തായിട്ട് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്ത് എൻട്രി പോയിൻറ്റും എക്സിറ്റ് പോയിൻറ്റും ഈ ഒരു ഭാഗത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ നേരെ ഇനി മുമ്പോട്ട് കലവൂർ അണ്ടർപാസിൻ്റെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ചും കൂടെയൊക്കെ പണികൾ പുരോഗമിച്ചിട്ടുണ്ട്. ഏതാണ്ട് ഇവിടെ വരെ 6 വരിയുടെ ആദ്യത്തെ ലെയർ ടാറിംഗ് വർക്കുകൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി 2 സൈഡിലും ചെറിയ അറിവാൾ ബ്ലോക്ക് ഉയർത്തിയിട്ട് മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരേണ്ട പണിയാണ് നടക്കാനുള്ളത്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ 2 മാസം മുമ്പ് കലവൂർ അണ്ടർപാസ് കഴിഞ്ഞിട്ട് നമ്മുടെ പഴയ റോഡിൽ കൂടിയായിരുന്നു. ഇതിനിടയ്ക്ക് ഇപ്പം മണ്ണ് നീക്കം ചെയ്തിരിക്കുന്ന ഭാഗത്തുകൂടിയായിരുന്നു വാഹനങ്ങൾ കടത്തി വിട്ടിരുന്നത്. ഇപ്പം വലതുഭാഗത്ത് സർവീസ് റോഡ് ടാർ ചെയ്തിട്ട് അതുവഴിയാണ് കടത്തിവിടുന്നത്. നമ്മൾ വളവനാട് കഴിഞ്ഞേച്ച് കൂടുതൽ സ്ഥലത്തും നമ്മൾ ആലപ്പുഴ ബൈപ്പാസിൻ്റെ അടുത്ത് വരെ സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം കുറച്ചും കൂടെയൊക്കെ മണ്ണിട്ട് ഉയർത്തിയിട്ടുണ്ട്. ഈ അണ്ടർപാസിൻ്റെ വടക്ക് ഭാഗത്തായിട്ട്. തെക്കേ സൈഡിലായിട്ട് അത്രത്തോളം പണി പുരോഗമിച്ചിട്ടില്ല. അവിടെ ഇനിയും പണി പുരോഗമിക്കാനുണ്ട്. വലത്തേ സൈഡിൽ സർവീസ് റോഡ് വരേണ്ട ഭാഗത്തുകൂടിയാണ് പഴയ റോഡ് കടന്നു പോകുന്നത്. അപ്പം സർവീസ് റോഡ് കുറച്ചും കൂടെ പണി പുരോഗമിച്ചതിന് ശേഷം മാത്രമേ ഇനി ഈ റോഡ് കുത്തിപ്പൊളിച്ച് കളയാനുള്ള സാധ്യതയുള്ളൂ. അപ്പോൾ നമ്മളിനി കലവൂർ അണ്ടർപാസ് കഴിഞ്ഞ് ഇനി നേരെ വലിയ കലവൂർ അണ്ടർപാസിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ വളവനാട് കഴിഞ്ഞ് ആലപ്പുഴ ബൈപ്പാസ് വരെ സർവീസ് റോഡിൽ കൂടിയാണ് കൂടുതൽ സ്ഥലത്തും വാഹനങ്ങൾ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം
ഈ സർവീസ് റോഡിൻ്റെ സൈഡിൽ ഏതെങ്കിലും ചെറിയ സ്ഥാപനങ്ങളുണ്ടെങ്കിൽ ഒരിക്കലും കടയുടെ ബോർഡ് കൊണ്ടുവന്ന് ഡ്രൈനേജിൻ്റെ മുകളിലായിട്ട് കൊണ്ടുവന്ന് വെക്കരുത്. ഡ്രൈനേജും കൂടെ ചേർന്നിട്ടുള്ളതാണ് സർവീസ് റോഡ്. അപ്പം അതുവഴിയും വാഹനങ്ങൾ കടന്നു പോകത്തക്ക രീതിയിലാണ് അതിൻ്റെ നിർമ്മാണം ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പം കാണുന്നത് 2 മാസം മുമ്പേ ഉള്ള കലവൂര് കഴിഞ്ഞിട്ട് വലിയ കലവൂര് എത്തുന്നിടം വരെയുള്ള പഴയ കാഴ്ചകളാണ്. അന്നൊരു ഭാഗത്ത് ടാറിംഗ് വർക്കുകൾ പുരോഗമിക്കാനുണ്ടായിരുന്നു. ഇടത്തെ സൈഡിൽ കുറച്ച് ഭാഗത്ത് മാത്രമായിട്ടായിരുന്നു 3 വരിക്ക് ടാറിംഗ് വർക്കുകൾ പുരോഗമിച്ചത്. അന്ന് മണ്ണൊക്കെ ഇട്ട് നികത്തുന്ന പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അന്നും സർവീസ് റോഡിൻ്റെ ടാറിംഗ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ട് അതുവഴിയാണ് വാഹനങ്ങൾ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കിനി നമ്മുടെ ഇപ്പോഴത്തെ കാഴ്ചകൾ കാണാം. ഇതാണ് ഇപ്പോഴത്തെ കാഴ്ചകൾ. ഇവിടുന്ന് ഇപ്പം നമ്മൾ അതായത് കലവൂർ അണ്ടർപാസിൻ്റെ അടുത്ത് നിന്ന് വലിയ കലവൂർ അണ്ടർപാസ് എത്തുന്നിടം വരെ, അതായത് കയറ്റം കയറാൻ പോകുന്ന ഭാഗം വരെയുള്ള ആദ്യത്തെ ലെയർ ടാറിംഗ് വർക്കുകൾ കഴിഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അത്രത്തോളം പണി പുരോഗമിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതുവഴിയാണ് വാഹനങ്ങൾ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ സർവീസ് റോഡിൽ കൂടിയായിരുന്നു വാഹനങ്ങൾ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം മെയിൻ 6 വരി പാതയുടെ ടാറിങ് കഴിഞ്ഞതിനാൽ അതുവഴി വാഹനങ്ങൾ കടത്തി വിട്ടിട്ടുണ്ട്. നമ്മളിതാണ്ട് കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പോൾ പിന്നെ സർവീസ് റോഡിലോട്ട് ഡൈവേർഷൻ കൊടുക്കുന്നത് കാണാൻ പറ്റും. നമ്മളിപ്പം നേരെ വലിയ കലവൂർ അണ്ടർപാസിൻ്റെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ മുതൽ പിന്നെ ഇടത്തോട്ട് പിന്നെ സർവീസ് റോഡിൽ കൂടിയാണ് പിന്നെ ആലപ്പുഴ ബൈപ്പാസ് ഭാഗത്തേക്ക് വാഹനങ്ങൾ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ചും കൂടെ ചെറിയ വാൾ ബ്ലോക്ക് ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണി തുടങ്ങിയിട്ടുണ്ട്. കുറച്ചും കൂടെ ഉയർത്തി വെച്ച് തുടങ്ങിയിട്ടുണ്ട്. മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണിയും നമുക്ക് കാണാൻ പറ്റും. ഈ വാൾ ബ്രിക്സ് ഉയർത്തി വെച്ചിരിക്കുന്നതിൻ്റെ അവിടെ ചേർന്ന് തന്നെയാണ് കൂടുതൽ മണ്ണിട്ട് ഉയർത്തിയിരിക്കുന്നത്. ഇങ്ങനെ ഇടയ്ക്ക് ഇനി ഒരുപാട് മണ്ണ് വീഴാനായിട്ട് കാണുന്നുണ്ട്. വാൾ ബ്ലോക്സൊക്കെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ വലിയ കലവൂർ അണ്ടർപാസ് കഴിഞ്ഞു ഇനി നേരെ വരുന്നത് പാതിരപ്പള്ളി അണ്ടർപാസിൻ്റെ അടുത്തേക്കാണ് വരുന്നത്. പിന്നെ അടുപ്പിച്ച് അങ്ങ് അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. അപ്പം പിന്നെ കൂടുതലും അതേപോലെ തന്നെ കയറ്റവും ഇറക്കവുമായിരിക്കും. അപ്പം കുറച്ച് നിരപ്പായിട്ടുള്ള സ്ഥലം കുറച്ച് ഭാഗമായിരിക്കും. ആ ഒരു കാരണം കൊണ്ടാണ് പല സ്ഥലത്തും ഇങ്ങനെ ഗ്യാപ്പ് കണ്ടിട്ട് ടാറിംഗ് വർക്കുകൾ പുരോഗമിക്കുന്നത്. ഈ ഒരു ഭാഗത്തെ പഴയ കാഴ്ചകൾ കാണിച്ചു തരാം. ഇതാണ് 2 മാസം മുമ്പേ ഉള്ള വലിയ കലവൂര് കഴിഞ്ഞിട്ട് പാതിരപ്പള്ളിക്കും ഇടയ്ക്കുള്ള സ്ഥലമെന്ന് മണ്ണൊക്കെ ഇട്ട് ലെവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടിയായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് ടാറിംഗ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. ടാറിംഗ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും സർവീസ് റോഡിൽ കൂടിയാണ് ഇപ്പം നിലവിൽ ഈ ഒരു ഭാഗത്ത് വാഹനങ്ങൾ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നേരെ ഇനി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാതിരപ്പള്ളി അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തേക്കാണ് വരുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഭാഗത്ത് ഇപ്പം വലത്തേ സൈഡിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെയൊക്കെ മെറ്റിലിട്ട് നികത്തി എടുത്തിട്ടുണ്ട്. ഇടത്തേ സൈഡിലായിട്ട് വരുന്ന 3 വരിക്കുള്ള ഭാഗത്തായിട്ട് തന്നെ മണ്ണൊക്കെ കൊണ്ടുവന്നിട്ട് ലെവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിലവിലിപ്പോൾ ആലപ്പുഴ ജില്ലയിൽ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ തുറവൂർ അരൂർ എലിവേറ്റഡ് ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം പെട്ടെന്ന് തന്നെ പണി പുരോഗമിച്ചുകൊണ്ട് ഇരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഈ വളവനാട് കഴിഞ്ഞ ആലപ്പുഴ ബൈപ്പാസിനും ഇടയ്ക്കുള്ള സ്ഥലമാണ്. പിന്നെ അതേപോലെ തന്നെ ഹരിപ്പാടിനും കായംകുളത്തിനും ഇടയ്ക്ക് പെട്ടെന്ന് തന്നെ പണി കുറച്ചും കൂടെ പുരോഗമിച്ചിട്ടുണ്ട്. അപ്പം അതേപോലെ എല്ലായിടത്തും സ്പീഡിൽ പുരോഗമിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം പെട്ടെന്ന് തന്നെ തീർക്കാൻ പറ്റുമെന്നാണ് കരുതുന്നത്. നമ്മളിപ്പം പാതിരപ്പള്ളി കഴിഞ്ഞേച്ച് നേരെ പൂങ്കാവ് അണ്ടർപാസിൻ്റെ അടുത്തോട്ട് പോവുകയാണ്. ഇവിടുത്തെ പ്രധാന അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു ഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിലെ കാഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സൈഡിലും സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. മണ്ണൊക്കെ ഇട്ട് ലെവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ നമുക്കിപ്പം ഈ ഒരു ഭാഗത്ത് 2 സൈഡിലും ഇപ്പം ഒരു സൈഡിൽ മെറ്റിൽ കൊണ്ടുവന്നിട്ട് നിരത്തി കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല വലത്തേ സൈഡിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ സർവീസ് റോഡിൻ്റെ ആദ്യത്തെ ലെയർ ടാറിംഗ് വർക്കുകൾ കഴിഞ്ഞതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പം ഇത് പ്രധാന അപ്ഡേറ്റാണ്. നമ്മളിപ്പം നേരെ വരുന്നത് പൂങ്കാവ് അണ്ടർപാസിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്. നേരെ കാണുന്നതാണ് പൂങ്കാവ് അണ്ടർപാസ്. അപ്പം അവിടെ വരെ ഇത്രത്തോളം പണി കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്. പിന്നെ തൊട്ടപ്പുറത്തുള്ള അണ്ടർപാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുമ്പോളി അണ്ടർപാസാണ്. അപ്പം പൂങ്കാവ് കഴിഞ്ഞിട്ട് തുമ്പോളി അണ്ടർപാസിനും ഇടയ്ക്ക് വലുതായിട്ട് പണിയൊന്നും പുരോഗമിച്ചിട്ടില്ല. പിന്നെ പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചെങ്കിലും ഉള്ളത് ആലപ്പുഴ ബൈപ്പാസിലെയാണ്. നമുക്ക് വലുതായിട്ട് പണിയൊന്നും നടന്നിട്ടില്ല എങ്കിലും കുറേ നാളായി നമ്മൾ ആലപ്പുഴ ബൈപ്പാസിൻ്റെ വീഡിയോ ഒന്ന് ചെയ്തിട്ട്. അപ്പം ഇനി വരാൻ പോകുന്ന വീഡിയോ ആലപ്പുഴ ബൈപ്പാസിൻ്റെ ആയിരിക്കും. അപ്പം അതും നമ്മൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ പുതിയ അപ്ഡേറ്റ് എന്ന് പറയാൻ ഉള്ളത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും എത്തും. കാത്തിരിക്കുക.